വരുന്ന വഴിയിൽ ഒരു അടിപൊളി താമരപ്പാടം കണ്ട്. ഇതാണ് യഥാർത്ഥ താമരപ്പാടം. ഒരു കുളം നിറച്ച് താമരപ്പൂക്കളാണ്. എന്താ വിരിയാറായ പൂക്കളും എല്ലാം ഉണ്ട്. അപ്പോൾ അടിപൊളിയായിട്ട് ഒരു താമരപ്പാടം നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. എവിടെ നോക്കിയാലും നമ്മുടെ സിലോപ്പിയ മാത്രമേ ഉള്ളൂ. സിലോപ്പിയ എന്ന് ചിലർ പറയും. ആമയും സിലോപ്പിയയും ഒക്കെ നീന്തി കളിക്കുന്നുണ്ടോ? അടിപൊളി സീനല്ലേ. പണ്ട് മുതലകൾ കിടന്ന കുളത്തിൽ ഇപ്പോൾ ആമയും സിലോപ്പിയയും ഒക്കെ ഉള്ളൂ. ചെളിക്കകത്തൂടെ നടന്നിട്ട് ചെളിയും പിടിപ്പിച്ച് നടക്കുന്ന കാരാമ. ഉള്ളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇതാണ് കോട്ട. വൈകുന്നേര സമയമാണ്. ഇനി 6 മണി വരെയാണ്. രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 5:30 വരെയാണ് ടിക്കറ്റ് കൗണ്ടർ പ്രവർത്തിക്കുന്നത്. അതിനുശേഷം 6 മണി വരെയാണ് നമുക്കിതിൻ്റെ അകത്ത് സന്ദർശനം അനുവദിക്കുകയുള്ളൂ. 6 മണിയാകുമ്പോൾ എല്ലാവരും പുറത്ത് പോകേണ്ടി വരും. പിന്നെ ഇതിൻ്റെ പാർക്കിംഗ് ഏരിയ ഒക്കെ വൈകിട്ട് 8:30 വരെയാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കോട്ടയുടെ അകത്തേക്ക് നമ്മൾ കയറുകയാണ്. മുൻപ് ഞാൻ ഈ കോട്ട വന്ന് കണ്ടിട്ടുള്ളതാണ്. എന്നാലും ഇപ്പോൾ നമ്മുടെ യാത്രയുടെ ഭാഗമായിട്ട് ഈ കോട്ടയിലേക്ക് വന്നതാണ്. ഇതാണ് കയറി വരുമ്പോഴേ ഉള്ള കോട്ടയുടെ ഒരു ഭാഗം. അതായത് സൈനികരെല്ലാം അണിനിരക്കാനും കമാൻഡിങ് ചീഫിന് അവിടെ ഇരുന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുമുള്ള ഒരു ഏരിയയാണിത്. അപ്പോൾ നമ്മൾ കോട്ടയ്ക്കുള്ളിലേക്ക് പോവുകയാണ്. ഇത് പ്രവേശന കവാടം മാത്രമാണ്. ഇതാണ് പ്രധാന കവാടം. ഇതുണ്ടോ, വലിയ തേക്ക് തടികളിലാണ് ഈ വാതിൽ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനുള്ളിലോട്ട് പ്രവേശിക്കുന്ന നമുക്കൊരു ക്ഷേത്രം കാണാൻ പറ്റും. ക്ഷേത്രത്തോടനുബന്ധിച്ചുള്ള ഇത് പടയാളികളുടെ വിശ്രമ കേന്ദ്രമായിരുന്നു. ഉള്ളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു അമ്പലമാണ്. അത് ശ്രീരാമൻ്റെ പേരിലുള്ളൊരു അമ്പലമാണ്. ഇവിടെ ഗണപതിയുടെ ഒരു വിഗ്രഹം കോട്ടയുടെ ഉള്ളിൽ തന്നെ നിർമ്മിച്ചിട്ടുണ്ട്.
കോട്ടയുടെ പുറം ഭാഗത്തേക്ക്, അതായത് പടയാളികൾ നിന്നിരുന്ന ഭാഗങ്ങളിലേക്ക് പോവുകയാണ്. അപ്പോഴത്തേ ഇവിടെ ഇതിനുള്ളിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കയറി വരുമ്പോഴേ ക്ഷേത്രം വരെ നമുക്ക് ടിക്കറ്റ് ഇല്ലാതെ വരാൻ പറ്റും. പക്ഷേ ക്ഷേത്രത്തിനുള്ളിലേക്കാണ്, കോട്ടയ്ക്കുള്ളിലേക്കുള്ള പ്രവേശന കവാടം. ഇത് ക്ഷേത്രമാണ്, കടന്നു വരുമ്പോഴേ ക്ഷേത്രമാണ് ഉള്ളിൽ കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും വലിയ തോക്ക് വെച്ചിട്ട് വെടിവെക്കാനുള്ള ഇതാണ്, നീളമുള്ള തോക്കുകളാണ് ഉപയോഗിച്ചിരുന്നത്. ഇവിടുന്ന് ഈ കോട്ടയുടെ പല ഭാഗത്തേക്കും ഇതിൻ്റെ അകത്തുകൂടിയാണ് നീളമുള്ള തോക്കുകൾ. അത്തരം തോക്കുകൾ നമുക്ക് കാണാൻ പറ്റുന്നത് തിരുവനന്തപുരം നമ്മുടെ കുതിരമാളികയിൽ അതുപോലത്തെ തോക്കുകൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. നല്ല നീളമുള്ള കുഴലോട് കൂടിയ തോക്കുകളാണ് അവർ തോട്ടയിട്ട് പൊട്ടിക്കുന്നത്. ആ ടൈപ്പ് തോക്കുകളാണ് ഇവിടെ ഉപയോഗിച്ചിരുന്നത്. ഈ ഇടയിൽ വെച്ചിട്ടാണ് ഇത് ശത്രുക്കളെ എയിം ചെയ്ത് പൊട്ടിച്ചിരുന്നത്. അപ്പോൾ ഇവിടുന്ന് നോക്കുമ്പോൾ നമ്മൾ ഓർക്കും ചെറിയൊരു ദൂരമേ കാണത്തുള്ളൂ. ഇപ്പം എനിക്ക് ക്യാമറയ്ക്കകത്തൂടെ കാണിക്കാൻ പറ്റുന്നില്ല. പക്ഷേ അങ്ങോട്ട് നോക്കുമ്പോഴത്തേനും ഒരു ആൽമരം നിൽക്കുന്നതിൻ്റെ ഏകദേശ രൂപം മൊത്തം നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നത്. ആ നിൽക്കുന്ന ആൽമരത്തിൻ്റെ ചുവട് മൊത്തം, അതായത് കോട്ടയുടെ ഉള്ളിലോട്ടുള്ള ഒരു റൗണ്ടുണ്ട്. ആ റൗണ്ടിലോട്ട് ആൾക്കാർ അതിക്രമിച്ച് കയറിയാൽ അപ്പം തന്നെ അവരെ ഷൂട്ട് ചെയ്യാവുന്ന ഏരിയയിൽ ഈ കാണിക്കുന്ന ഇത്രോ ഏരിയ എനിക്ക് ആ പൊത്തിക്കൂടെ കാണാൻ പറ്റും. ആ ഒരു ദ്വാരം അതിനുവേണ്ടി മാത്രമാണ്. ഇത്രോ ഏരിയ ആ പൊത്തിക്കൂടെ കാണാൻ പറ്റും. അപ്പോൾ അത്രോ ഏരിയയിലുള്ള ആര് വന്നാലും അവർക്കിട്ട് വെടിവെക്കാനുള്ള രീതിയിലാണ് ഈ ഹോളുകൾ നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ തോക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഈ നിലത്ത് നിന്നാൽ മതി. അതാണ് അതിൻ്റെ പ്രത്യേകത. നിലത്ത് ഇരുന്നാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇവിടുന്ന് വേറൊരു ആംഗിളിലാണ്, അതായത് സ്ട്രെയിറ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് അവിടെ ഒരു മരമാണ് നിൽക്കുന്നത്. മരവും താഴം വരെ കാണാം. അതുപോലെ തന്നെ ഇവിടെ നേരെ എതിർവശത്തേക്കും സ്ട്രെയിറ്റും ഉണ്ട്. 3 വശത്തേക്കും വെക്കാവുന്ന രീതിയിലാണ്. 3 വശത്തേക്കും. അത് കഴിഞ്ഞ് പിന്നെ വരുന്നത് സ്ട്രെയിറ്റ് ആണ്. പിന്നെ വരുന്നത് അത് 2 സൈഡിലോട്ടാണ്. അങ്ങനെ പിന്നെ താഴോട്ടുള്ള രീതിയിലുമുണ്ട്. അങ്ങനെ പല രീതിയിലാണ് ഈ കോട്ടയുടെ ഹോളുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഹോളുകൾ നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ ആ ഹോളുകളിലൂടെയാണ് തോക്കുകൾ, നല്ല നീളമുള്ള കുഴലുള്ള തോക്കുകൾ വെച്ചിട്ട് വെടിയുതിർത്തിരുന്നത്. അതുകൊണ്ടായിരിക്കണം ബ്രിട്ടീഷുകാർ നമ്മുടെ സ്വാതന്ത്ര്യ ലബ്ധി വരെ ഈ കോട്ട കൈവശം വെച്ചിരുന്നത്. മറ്റു കോട്ടകളൊക്കെ വിട്ടുകൊടുത്തെങ്കിലും ഈ കോട്ട സ്വാതന്ത്ര്യലബ്ധിയോടുകൂടിയാണ് അവർ തിരിച്ചു പോകുന്നിടം വരെ ഈ കോട്ട അവരുടെ കൈകളിലായിരുന്നു. അപ്പോഴത്തെ നമ്മൾ മറ്റൊരു ഭാഗത്തേക്ക് വന്നു. ഇവിടെ കോട്ടയുടെ ഉയർന്ന ഭാഗമാണ്. അതായത് ആൾക്കാരെ നേരിട്ട് കണ്ട് ആക്രമിക്കാനും വീരത്തി വെക്കാനും ഒക്കെ ഉള്ള രീതിയിലുള്ള ഭാഗം. ഇവിടുന്ന് വീരങ്കി വെച്ചും അല്ലാതെയും ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇവിടെയുണ്ട് തോക്ക് കയറ്റി വെക്കാനുള്ള ഹോളുകൾ. ചുടുകട്ടയിലും വെട്ടുകല്ലിലുമാണ് ഇത് നിർമ്മിച്ചിരിക്കുന്ന. അടിഭാഗം കരിങ്കല്ലാണ്. പിന്നെ വെട്ടുകല്ലാണ് കൂടുതലും ഭൂരിഭാഗവും ഉപയോഗിച്ചിരിക്കുന്നത്. അന്നത്തെ ഇവിടെ കിട്ടുന്ന അവശ്യ വസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിച്ച കോട്ടകളാണ്. അന്നെന്തേ വാക്ക് വേ ഉണ്ട് കേട്ടോ. വാക്ക് വേ ഇന്നത്തെ കാലത്ത് നമുക്കില്ലാത്ത സാധനം വാക്ക് വേ ഉണ്ടെങ്കിലും അത് ഉപയോഗിക്കാൻ ജനങ്ങളെ പഠിപ്പിക്കാത്ത സാധനം വാക്ക് വേ. ഇതുണ്ടോ, ഉദ്യോഗസ്ഥർക്ക് പട്ടാളക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്നു പോകാനുള്ള വാക്ക് വേ ആണിത്. അതുപോലെ തന്നെ അവർ അസംബിൾ ചെയ്തിരുന്ന ഗ്രൗണ്ടുകളാണിത്. അവർ വിശ്രമിച്ചിരുന്ന കെട്ടിടങ്ങളാണ് അതിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ കോട്ടയിലൂടെ ഇങ്ങനെ നടക്കാൻ പറ്റും.
പടുകൂറ്റൻ ആൽമരങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അരയാൽ പോലുള്ള മരങ്ങളാണ്, വളരെ വലിയ മരങ്ങളാണ്. കാലത്ത് വിശ്രമിക്കാനും ഒക്കെ ആയിട്ട് വെച്ച് പിടിപ്പിച്ചവയാണ്. നടുവിലൊരു മാവ് നിൽപ്പുണ്ട്. അപ്പോൾ നമ്മൾ കോട്ടയുടെ മറ്റൊരു പിന്നെ ഇവിടെ വരുന്ന സന്ദർശകർ പ്രധാന ലക്ഷ്യം ഇതൊക്കെ തന്നെ. ചുമ്മാ എഴുതി വെക്കുക. പൂർവികർ കഷ്ടപ്പെട്ടുണ്ടാക്കി വെച്ച സാധനമൊക്കെ ഇങ്ങനെ എഴുതി വെച്ച് നശിപ്പിക്കുക. അതുപോലെ തന്നെ ഇതിലൊക്കെ പട്ടാരക്കാർ വിശ്രമിച്ചിരുന്ന സ്ഥലവും ഇവിടെ പെട്രോളിങ് നടത്തിയിരുന്ന സ്ഥലങ്ങളൊക്കെയാണ്. ഇവിടെയൊക്കെ പീരങ്കിയും മറ്റുമൊക്കെ വെക്കാനുള്ള സ്ഥലങ്ങളാണ് ഈ കാണുന്നത്, ഈ വീതിയുള്ള ഭാഗങ്ങൾ. ഇവിടെ നിന്നൊക്കെ തോക്ക് വെച്ച് ലോഡ് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ കയറി വന്ന എൻട്രൻസ് കാണുന്നത് ഇവിടെ നിന്നാണ്. ഉണ്ട്, ഇതാണ് എൻട്രൻസ്. അതിൻ്റെ അപ്പുറത്ത് താൽക്കാലിക ഒരു നിർമ്മിതിയുണ്ട്. അത് ചാടിക്കടന്നാൽ മാത്രമേ ഉള്ളൂ ഈ കോട്ടയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കാൻ പറ്റത്തുള്ളൂ. അതാണ് മറ്റൊരു പ്രത്യേകത. ഇതാ കോട്ടയുടെ കിടങ്ങുകൾ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. ഇത് കണ്ടോ, കിടങ്ങ് പൂർണ്ണമായിട്ടും ഇവിടുന്ന് കാണാൻ പറ്റുമെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. കിടങ്ങ് പൂർണ്ണമായിട്ടും അതേ ആംഗിളിലാണ് ഈ കിടങ്ങും കോട്ടയും നിൽക്കുന്നത്. പൂർണ്ണമായിട്ടുള്ള രീതിയിൽ കിടങ്ങ് ഇവിടുന്ന് കാണാൻ പറ്റും. അതായത് ഒരാൾ നീന്തി ഇക്കരയ്ക്ക് വരുവാണേൽ അവനെ കയറാൻ പോലും സമ്മതിക്കാത്ത രീതിയിൽ ഇവിടുന്ന് കിടങ്ങ് കാണാൻ പറ്റും. മുകളിൽ നിന്ന് നോക്കിയാലത്തെ അവസ്ഥ അങ്ങനെയല്ല, അവിടുന്ന് കാണുന്നതേ ഉള്ളൂ. അപ്പോഴത്തെ കിടങ്ങ് നീണ്ടു നിവർന്നിങ്ങനെ കോട്ടയുടെ ചുറ്റി കിടക്കുകയാണ്. ഇതൊരു റൗണ്ടിലാണ് കോട്ട. റൗണ്ട് കഴിഞ്ഞ് ഒരു സ്ക്വയർ, പിന്നെ ഒരു റൗണ്ട്, പിന്നെ ഒരു സ്ക്വയർ, അങ്ങനെയാണ് കോട്ട നിർമ്മിച്ചിരിക്കുന്നത്. അതായത് കോട്ടയുടെ പല ഭാഗങ്ങളും റൗണ്ട് വൃത്താകൃതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അത് വിഷൻ കിട്ടാനുള്ള ഒരു രീതിയാണെന്നാണ് തോന്നുന്നത്. അതായത് ശത്രുക്കൾ വന്നാൽ കാണാനുള്ള മാർഗം ആ ഒരു രീതിയാണ്. വെട്ടുകൽ നിർമ്മിതിയാണ് ഇത്. കണ്ടോ, നടന്നു പോകുന്ന വഴികളിലൊക്കെ വെട്ടുകല്ല് നിർമ്മിച്ചിട്ടുണ്ട്. വെട്ടുകല്ലിലാണ് ഇത് മുഴുവൻ നിർമ്മിച്ചിരിക്കുന്നത്. അടിയിൽ കരിങ്കല്ലാണെങ്കിലും മുകളിൽ വെട്ടുകല്ലാണ്. പുറം ഭിത്തി ഒരു ആൾക്കാർ നിൽക്കുന്നതിനൊക്കെയും മുകളിലുള്ള ഭാഗം കരിങ്കല്ലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്പം ഞാൻ നിൽക്കുന്നതിൻ്റെ അടിയിലോട്ട് ഫുള്ള് കരിങ്കല്ലാണ്. ഇതാണ് അന്നത്തെ കാലത്ത് പട്ടാളക്കാർ താമസിച്ചിരുന്ന കെട്ടിടങ്ങൾ. അതൊക്കെ ആ രീതിയിൽ തന്നെ ഒരു പരിധി വരെ സംരക്ഷിക്കുന്നുണ്ട്. ഇതാണ് ഉള്ളിലുണ്ടായിരുന്ന കിണർ. അതൊന്ന് വൃത്തിയാക്കാനൊന്നും ഇവിടെ ആരുമില്ല. ഇപ്പം നമ്മൾ തന്നെ വൃത്തിയാക്കേണ്ടി വരും. പിന്നെ ജയിൽ അറകൾ, പട്ടാളക്കാർ താമസിച്ചിരുന്ന കെട്ടിടങ്ങൾ, ഇവയൊക്കെ നശിച്ച രീതിയിലാണ് കിടക്കുന്നത്. അതൊന്നും പുനരുദ്ധാരണം ചെയ്യാനൊന്നും നമ്മുടെ ആൾക്കാരില്ലല്ലോ. അത് നമുക്കില്ലല്ലോ, നമുക്കുള്ള പണിയല്ലല്ലോ. ഉണ്ടാക്കിയിടുക, അത് നശിപ്പിക്കുക, അത് തന്നെ രീതി. പിന്നെ ഈ ചുടുകട്ടകളുടെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. സാധാരണയുള്ള ചുടുകട്ടകൾ പോലെയല്ല, ചെറിയ ചുടുകട്ടകളാണ്. ഇത് കണ്ടോ, അടുപ്പിച്ചാണ്. അതായത് അതിൻ്റെ ബലം കൂട്ടാനാണ് ഇത്രയും ചെറിയതായിട്ടുള്ള ചുടുകട്ടകൾ ഉപയോഗിച്ചിരിക്കുന്നത്. വലിപ്പം കുറവാണ്, വീതി കുറവ്, ഉയരം കുറവ്. പക്ഷേ അത് അടുപ്പിച്ച് കെട്ടിയിരിക്കുകയാണ്. അങ്ങനെ ആകുമ്പോഴത്തേനും ഇത് തകർക്കാനുള്ള ബുദ്ധിമുട്ട് വരും. വലിയ പീസാകുമ്പോഴത്തേനും പെട്ടെന്ന് തകർക്കാം. പക്ഷേ ചെറിയ പീസാണെങ്കിൽ ജോയിൻ്റ് കൂടുതലായതുകൊണ്ട് അത് തകർക്കാൻ ബുദ്ധിമുട്ടാണ്. അതൊക്കെയാണ് ആ പണികളിലെ പ്രത്യേകത. ഇവിടുന്ന് നമുക്ക് ആ കിടങ്ങ് നമുക്ക് കാണാൻ പറ്റും. കിടങ്ങിൽ വെള്ളം നിറച്ചിട്ട് അതിൻ്റെ അകത്ത് മുതലകളെ ഇടാറാണ് പതിവ്. മുതലകളെ ഇട്ട് കഴിഞ്ഞാൽ ചാടുന്നവൻ്റെ ശത്രുക്കൾ വന്ന് ചാടിയാലും അവരെ അപ്പോൾ തന്നെ മുതലകൾ പിടിച്ച് തിന്നും. ബാക്കിയുണ്ടെങ്കിൽ മാത്രം മേളിൽ നിൽക്കുന്ന പട്ടാളക്കാർ പിടിച്ചാൽ മതി. അപ്പോഴത്തെ നിറയെ പൂത്ത് നിൽക്കുന്ന ചെടികളൊക്കെ നമുക്കിവിടെ കാണാം. ഇതിന് ചുറ്റും ഒരു ഗാർഡനുണ്ട്. അതിൻ്റെ അകത്ത് കയറുന്നതിനും 25 രൂപയാണ്. ഇതിൻ്റെ അകത്ത് കയറുന്നതിന് സെപ്പറേറ്റ് 25 രൂപയാണ് പ്രവേശന ഫീസ്. ഇതാ മുരിങ്ങ നന്നായിട്ട് പൂത്ത് നിൽപ്പുണ്ട്. മുരിങ്ങ പൂത്ത് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ മുരിങ്ങയുടെ കാലത്താണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോഴത്തെ വീണ്ടും നമ്മൾ മുമ്പോട്ട് നടക്കുകയാണ്. പഴയ ബിൽഡിങ്ങുകളൊക്കെ നശിച്ചൊരു പരുവത്തിലായി. ആരും പുനരുദ്ധാരണ പണികളോ ഒന്നുമില്ല. 25 രൂപ വെച്ച് ഫീസ് വാങ്ങിക്കാനേ ഉള്ള ആൾക്കാർ. വേണ്ട, ഒരു ബിൽഡിങ് തകർന്ന് വീഴാറായി. അത് വീണു.
പഴയ നിർമ്മിതികൾ സംരക്ഷിക്കപ്പെടാത്ത ഏക സംസ്ഥാനം കേരളമായിരിക്കും എന്നാണ് എൻ്റെ ഒരു ഊഹം. കാരണം ഞാൻ തമിഴ്നാട്ടിലൊക്കെ യാത്ര ചെയ്തിട്ടുള്ളതാണ്. അവരൊക്കെ ഈ കെട്ടിടങ്ങൾ വെച്ചിട്ട് ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കുന്നുണ്ട്, പഴയ നിർമ്മിതികൾ. പക്ഷെ നമ്മളൊക്കെ പഴയ നിർമ്മിതിയാ അത് പോട്ട്, അത് എന്നത് ആ രീതിയാണ്. തേണ്ട് വേറൊരു കോട്ടയുടെ മറ്റൊരു ഭാഗത്തോട്ട് വന്നു. ഇവിടെയും ഇത് കിടങ്ങുകൾ ധാരാളം കാണാം. അപ്പോൾ 1, 2, 3 ഒരു സൈഡിൽ 3 വാച്ച് ടവറാണുള്ളത്. അപ്പോൾ മൂന്നാമത്തെ ഈ 2 ടവറിൻ്റെ നടുക്ക് ഒരു ടവർ കൂടിയുണ്ട്. 4 മൂലകളിൽ ടവർ ഉള്ളതിന് കൂടാതെ നടുക്കും ഓരോ ടവറുണ്ട്. പക്ഷേ ഇതൊരു ഷഡ്ഭുജ രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാം തേപ്പൊക്കെ പൊട്ടിപ്പോയിട്ട് ഈ ഇഷ്ടികയൊക്കെ തെളിഞ്ഞിരിക്കുന്നത് കാണാം. ഇവിടെ ചെറിയ ഇഷ്ടികൾ വെച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പം അടുത്ത വാച്ച് ടവറിലോട്ട് പോവാം. ഇതാണ് കോട്ടയുടെ മറ്റൊരു ഭാഗം. ഇവിടെ എല്ലാം കാട് പിടിച്ച് കിടക്കുകയാണ്, വൻമരങ്ങളൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ ഇവിടുന്ന് നോക്കുന്ന കാഴ്ച സിറ്റിയുടെ കാഴ്ചയാണ്. പാലക്കാടിൻ്റെ സ്വന്തം കരിമ്പനകളൊക്കെ നിൽക്കുന്ന കാഴ്ച. അപ്പം നമ്മൾ മറ്റൊരു ടവറിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് പിന്നീട് കെട്ടിയുണ്ടാക്കിയ ഒരു നിർമ്മിതിയാണ്. ഇവിടുന്ന് കാണുമ്പോൾ നമുക്ക് ആ കിടങ്ങിൻ്റെ ഭാഗം കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ 6ാമത്തെ വാച്ച് ടവറിലോട്ടാണ് എത്തിയിരിക്കുന്നത്. കിടങ്ങിൽ നിറയെ വെള്ളം കിടക്കുന്നതാണ്. ഇതൊരു വെടിക്കോപ്പുകൾ സൂക്ഷിക്കുന്നൊരു അറയാണ്. ഈ അറയ്ക്കുള്ളിലാണ് അവർ തോട്ടയൊക്കെ സൂക്ഷിച്ചിരുന്നത്, ഈ 2 അറകൾക്കുള്ളിൽ. അവിടെ നിന്നെടുത്ത് ലോഡ് ചെയ്താണ് പൊട്ടിക്കുന്നത്. നിറച്ച് മാവുണ്ട്, മാങ്ങയുണ്ട്. മാങ്ങയില്ല, മാമ്പൂ മാത്രമേ ഉള്ളൂ. അതേസമയത്ത് മുതലമട ചെന്നാൽ ഇതെല്ലാം മരുന്നടിച്ച് ക്ലിയറാക്കി വെച്ചിരിക്കുന്നത് കാണാം. അപ്പോഴത്തെ ഒരു 1.5 മീറ്റർ താഴ്ചയിലോട്ട് ഞാൻ ചാടി. ഇതുണ്ട്, ആ ബിൽഡിങ്ങുകളൊക്കെ പഴയ ബിൽഡിങ്ങുകളാണ്. പട്ടാളക്കാരും അതിൻ്റെ കൂടിയ ഓഫീസേഴ്സൊക്കെ താമസിച്ചിരുന്ന ബിൽഡിങ്ങുകളാണ് കാണുന്നത്. പക്ഷേ എല്ലാം സംരക്ഷിക്കപ്പെടാതെ ഇങ്ങനെ കിടക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കിടങ്ങിന് ചുറ്റും നമുക്ക് നടന്നു വരാനുള്ളൊരു സൗകര്യമുണ്ട്. ആൾക്കാർ വാക്ക് വേ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പ്രായമായവരുടെ ഈവനിങ് വാക്ക് വേ ആണിത്. കോട്ടയുടെ ചുറ്റും നടക്കാൻ പറ്റും. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ നടന്നു വരുന്നത് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. എവിടെ നിന്ന് നോക്കിയാലും നമുക്ക് ഈ വിഷനേ ഉള്ളൂ കിട്ടുകയുള്ളൂ. എവിടെ നിന്ന് നോക്കിയാലും ഇങ്ങനെ ഈ റൗണ്ടിൻ്റെ സൈഡിലോട്ട് നിൽക്കുന്ന ഒരു വിഷൻ മാത്രമേ ഉള്ളൂ, ഈ ആംഗിളിൽ നിന്ന് നമുക്ക് കിട്ടാറുള്ളൂ. ഇതിലെ കയറി നടക്കുന്നതിന് കുഴപ്പമില്ലെന്നാണ് തോന്നുന്നത്, ഫ്രീ ആണെന്ന് തോന്നുന്നു. കാരണം അതൊരു വാക്ക് വേ ആണ്. ഈവനിങ്ങിൽ ആൾക്കാർക്ക് നടക്കാനുള്ള ഒരു സൗകര്യമാണ് ചെയ്തു കൊടുത്തിരിക്കുന്നത്. കോട്ടയുടെ ചുറ്റും നടക്കാൻ പറ്റും. അപ്പോൾ ഇനി 2 വാച്ച് ടവറൂടെ കഴിഞ്ഞാൽ നമുക്ക് വെളിയിലോട്ട് ഇറങ്ങാവുന്നതാണ്. ഇതാണ് മൊത്തത്തിലുള്ള ബിൽഡിങ്ങുകളുടെ ഒരു കാഴ്ച. അടുത്തോട്ട് പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല, എല്ലാം നശിച്ച് അത് കാണാമെന്നേ ഉള്ളൂ. നശിച്ച് കിടക്കുന്നത് പോയി കണ്ടിട്ട് എന്ത് പ്രയോജനമാണുള്ളത്? എന്നാലും ശ്രമിക്കാം അതിൻ്റെ ചുറ്റിനും ഒന്ന് നടന്ന് കാണാൻ. പഴയ നിർമ്മിതികളാണ്, ബ്രിട്ടീഷുകാരുടെ കാലത്ത് അവർ അവരുടേതായ രീതിയിൽ നിർമ്മിച്ച ബിൽഡിങ്ങുകളാണ്, കെട്ടിട സമുച്ചയങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. കോട്ടയ്ക്കുള്ളിൽ അർമാദിച്ചു കഴിഞ്ഞ കാലത്ത് നിർമ്മിച്ചവ. ഇതായിരുന്നിരിക്കണം ഒരു പ്രധാന കവാടം. കാരണം അതിനൊരു ആർച്ച് രൂപത്തിലുള്ള ഭിത്തി കട്ടിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തെ ഈ ബിൽഡിംഗ് എന്ന് പറയുന്നത് ഏതോ വലിയ ഉദ്യോഗസ്ഥൻ താമസിച്ചതെന്നായിരിക്കണം. കാരണം അതിൻ്റെ ഭിത്തിക്ക് വലിപ്പക്കൂടുതലുണ്ട്.
അതുപോലെ തന്നെ അവർക്കുള്ള ഫെസിലിറ്റികളും വ്യത്യാസമുണ്ടായിരിക്കണം. അപ്പോഴത്തെ ഇതിനുള്ളിൽ ഒരു കുളമുണ്ട്, പടികളോട് കൂടിയ കിണറെന്നാണ് പറഞ്ഞത്. ഇതായിരിക്കണം ഇവിടുത്തെ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന കുടിക്കാനുള്ള വെള്ളം. കുടിക്കാനും കുളിക്കാനും ഒക്കെ ആയിട്ട് ഉപയോഗിച്ചിരുന്ന വെള്ളം ഈ കിടങ്ങിൽ ഇതിൻ്റെ അകത്തുനിന്നായിരിക്കണം. അപ്പോൾ അങ്ങോട്ട് ഇപ്പോൾ ഇറങ്ങിപ്പോകാനുള്ള സൗകര്യമില്ല, താഴെ ഇറങ്ങിപ്പോയി അത് കാണാം എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കോട്ടയുടെ ഉള്ളിൽ കൂടെ താഴേക്ക് ഇറങ്ങിയാണ്, വന്ന വഴിയെ തന്നെ താഴെ ഇറങ്ങുകയാണ്. പഴയ കെട്ടിടങ്ങളാണ് ഈ കാണുന്നത്. ഇതിപ്പോൾ താലൂക്ക് സപ്ലൈ ഓഫീസൊക്കെ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്.